ആദർശപരമായ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള പ്രതിരോധ തീവ്രവാദ ചിന്തകൾക്കോ സ്ഥാനമില്ലെന്ന് മാത്രമല്ല, നിഷിദ്ധത്തിന്റെ മാർഗത്തിലാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായമായ സൂറ നിസായിലെ 90-ാമത്തെ വചനവും വിശുദ്ധ ഖുർആനിലെ സൂറ മുംതഹിനയിലെ 8-9 വചനങ്ങളും ഈ ആശയത്തെയാണ് നമുക്ക് മുന്നോട്ട് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള സന്ദേശവും അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ ജീവനും വ്യക്തിയുടെ അഭിമാനത്തിനും വ്യക്തിയുടെ സന്ദേശത്തിനും വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്കും വ്യക്തിയുടെ ആദർശങ്ങൾക്കും ഏറെ ബഹുമാനാദരവുകൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അകാരണമായി പച്ചക്കരളുള്ള ഏതെങ്കിലും ഒരു ജീവൻ ആകാശത്തിനു താഴെ ഭൂമിക്ക് മുകളിൽ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ കൈകൊണ്ട് മരണം വരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകലമാന മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, ചാവേർ ബോംബുകളായി ആത്മഹത്യാ സ്ക്വാഡുകളായി സമരോത്സുക യൗവനത്തെ വികാരത്തിന്റെ പാതയിലേക്ക് ഉപയോഗപ്പെടുത്തുവാൻ ഏത് വേദഗ്രന്ഥ പ്രകാരമാണ് സാധ്യമാവുക? ഇന്ത്യൻ സാഹചര്യം തേടുന്നത് ഇവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആനിലെ പ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മൗലിക ആദർശപ്രകാരം പൗരന് സമ്മാനിച്ചിരിക്കെ തീവ്രചിന്തയുടെയും ഭീകരചിന്തയുടെയും സായുധ ജിഹാദിന്റെയും പോരാട്ട പ്രക്രിയക്ക് വേണ്ടി ഇന്ത്യൻ സാഹചര്യത്തെയും ഭൂമിയെയും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വിശുദ്ധ ഖുർആന്റെ ചരിത്രത്തെ പുറംപോക്കിലേക്ക് വലിച്ചെറിയുകയും സ്വാർത്ഥപരമായ സംഘടനാ ലാഭങ്ങൾക്ക് വേണ്ടി അക്ഷരകൂടങ്ങളെയും അച്ചുകൂടങ്ങളെയും ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് ഈ സെഷൻ പ്രത്യേകമായി അഭിപ്രായപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അനുവദനീയമായ 2-ാമത്തെ ഘട്ടമാണ്. പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെയും അനിവാര്യമായ ഒരു തലം അവിടെ വന്നു ചേരുന്നില്ല. പ്രബോധന പ്രവർത്തനത്തിന്റെ ബാധ്യതാ നിർവഹണം പൂർത്തീകരിച്ചതിന് ശേഷവും എവിടെ നിന്നെങ്കിലും പ്രയാസകരമായ അനുഭവം ഉണ്ടാവുകയും ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ സിട്ടാവായ പടച്ചതമ്പുരാനെ ആരാധിക്കുന്നതിൽ എതിർപ്പ് വരികയും പ്രയാസം അനുഭവിക്കുകയും അല്ലാഹ് എന്ന് വിളിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ചേരുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മർദ്ദിതരായിരിക്കുന്നു, പീഡിതരായിരിക്കുന്നു എന്നതിന്റെ പേരിൽ, ആദർശപരമായ പീഡനം സഹിച്ചു എന്നതിന്റെ പേരിൽ പ്രതിരോധിക്കാനുള്ള അനുവാദമാണ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. ആ അനുവാദം അനിവാര്യതയല്ല, ആ അനുവാദം അനുവാദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 3-ാമതായി വിശുദ്ധ ഖുർആൻ നൽകുന്ന നിർബന്ധമായ ഒരു ഘട്ടമുണ്ട്. അവിടെ ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. നിർബന്ധമായ ഘട്ടത്തിൽ പോലും സമാധാനത്തിന്റെയും ശാന്തിയുടെയും മാർഗം സ്വീകരിക്കാനാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ യുദ്ധരംഗത്ത് നിർണയിച്ചിട്ടുള്ള സായുധ ജിഹാദിന്റെ മേഖലയിൽ പരിഗണിച്ചിട്ടുള്ള മഹത്തായ നിർദ്ദേശങ്ങൾ 1945 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദീർഘമായി വിശദീകരിക്കാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ പോലും അകാരണമായി കൊല ചെയ്യപ്പെട്ടുകൂടാ എന്നത് യുദ്ധനിർദ്ദേശമായി ലോകത്ത് പരിചയപ്പെടുത്തിയത് ഇസ്ലാമാണെന്ന് പരിഗണിക്കുന്ന ഒരു സഹോദരൻ എങ്ങനെയാണ് തന്റെ യുവത്വത്തെ വികാരത്തിന്റെ മേഖലയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമാകുന്നത്? വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള നിർദ്ദേശത്തെ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുമായി മക്കയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കപ്പുറത്ത് പ്രബോധന പ്രവർത്തനത്തിന്റെ ഓരോരോ പ്രതിസന്ധി പർവ്വങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി മഹാനായ പ്രവാചകൻ അനുയായികളും സഹിച്ചിട്ടുള്ള ത്യാഗകഥകൾ നമ്മളെ വർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, 2 ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് ശക്തി പ്രാപിക്കണമേ എന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ധന്യമായ സാന്നിധ്യത്തിലൂടെ ആ ഇസ്ലാമിക പ്രബോധന പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. ഇസ്ലാമിന് ശക്തി പകർന്നിട്ടുള്ള, ആവേശം പകർന്നിട്ടുള്ള, പ്രബോധന പ്രവർത്തന മേഖലകളിൽ ആർജവബോധം പകർന്നിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ചൈതന്യപൂർണമായ ആദർശധാന്യമായ സാന്നിധ്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൺകുളിർമയോടെ മനൽക്കുൽമയോടെ അനുഭവിച്ചറിയുകയായിരുന്നു. മദീനയിൽ പ്രവാചകൻ എത്തിച്ചേർന്നു. വികാരത്തിന്റെ വേലിയേറ്റത്തിനപ്പുറത്ത് വിവേകത്തിന്റെ ചിന്താമണ്ഡലങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് പ്രവാചകൻ മദീനയിൽ മുന്നോട്ട് പോയി. പ്രബോധനപരമായ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുകയാണ്. ബദർ സംഭവിച്ചു. ഉഹുദിന്റെ രണാങ്കണത്തിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഗദ്ഗദകണ്ഠനായി വികാരത്തിനപ്പുറത്ത് വിവേകത്തെ സാംശീകരിച്ചുകൊണ്ട്
ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചേതനയേറ്റ് കിടക്കുന്ന ഷഹീദായ ഹംസ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വിച്ഛേദിതമായിട്ടുള്ള അവയവങ്ങളെ നോക്കി മഹാനായ പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഇല്ല, ഈ മുഹമ്മദ് പിൻവാങ്ങുന്നില്ല. അള്ളാഹു എനിക്ക് വിജയം നൽകിയാൽ ഇതിനെതിരെ പ്രതികാരം ചോദിക്കാൻ മുഹമ്മദ് തയ്യാറായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സമയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇന്നാഖബതും ഫഊഖിബു ബിമിത്ലി മാ ഊഖിബതും ബിഹി. നിങ്ങളെ എതിർത്തിട്ടുള്ള അതേ എതിർപ്പ് ഉപയോഗിച്ചുകൊണ്ട് തുല്യമായ രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രയാസകരമായിട്ടുള്ള ആ ഷഹീദിന്റെ സാന്നിധ്യത്തെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് അശ്രുഗണങ്ങൾ പൊടിപ്പിക്കുമാറ് പ്രയാസകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇല്ല മുഹമ്മദ്, ഇല്ല, നിനക്ക് പ്രതികരിക്കാൻ അവകാശമില്ല. നിന്നെ എതിർത്തിട്ടുള്ള നിന്റെ ആശയധാരക്ക് തടസ്സം നിന്നിട്ടുള്ള ആ മേഖലയിൽ അതേപോലെയുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്രകാരം നിനക്ക് തിരിച്ചടിക്കാം. നേരെ മറിച്ച് ആ തിരിച്ചടിയുടെ മാർഗം സ്വീകരിക്കുമ്പോൾ തന്നെയും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഇൻ സ്വബർതും. ഒന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഉഹുദിന്റെ രണാങ്കണത്തിലാണ് വിശുദ്ധ ഖുർആൻ സംയമനത്തിന്റെ താരാട്ടുപാട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ബദറിന്റെയും ഉഹുദിന്റെയും ഹന്തക്കിന്റെയും ഹുനൈനിന്റെയും ഇന്ത്യൻ തകർപ്പിന് വേണ്ടി യുവസമൂഹത്തെ ജാഗരം കൊള്ളിക്കുന്ന പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. ബദർ രണാങ്കണത്തിലാണ് മഹാനായ പ്രവാചകനോട് സംയമനത്തിലെ താരാട്ടുപാട്ട് പ്രവാചകനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. വലഇൻ സ്വബർതും, നിങ്ങൾ ക്ഷമിച്ചാൽ. ഷഹീദായി കിടക്കുന്ന ഹംസ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഗദ്ഗദകണ്ഠനായി നിൽക്കുന്ന പ്രവാചകനോട് പറഞ്ഞു, ക്ഷമിക്ക്. വലഇൻ സ്വബർതും, നിങ്ങൾ ക്ഷമിച്ചാൽ ലഹു ഖൈറുൽ ലിസ്സാബിരീൻ, തീർച്ചയായിട്ടും ഏറ്റവും നല്ല ക്ഷമാശീലരായിട്ടുള്ള ആളുകൾക്കാണ് നന്മയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. 8-ാം അധ്യായത്തിലെ 61-ാമത്തെ വചനത്തിലൂടെയും സന്ധിക്ക് വേണ്ടി തയ്യാറായാൽ ആ സന്ധിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് യുദ്ധത്തിൽ പോലും വിശുദ്ധ ഖുർആൻ നൽകുകയുണ്ടായി. ഹുദൈബിയ സന്ധിയുടെയും മറ്റു സംഭവങ്ങളും മക്ക വിജയത്തിന്റെയും സംഭവങ്ങളും ഇവിടെ നമുക്ക് പ്രത്യേകമായി പാഠമായി അനുഭവിക്കേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹിന്ദി ഭാഷയിലെ അറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഒരു മാനേജർ പാണ്ഡെ അദ്ദേഹത്തിന്റെ നോവലിൽ ഒരു വിഷയം പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മാനേജർ പാണ്ഡെ പറഞ്ഞു, നിബിഡ വനസ്ഥലികളിലേക്ക് കന്യാവനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നോക്കിയിട്ട് ഒരു ചെറിയ മരം വലിയ മരത്തിനോട് ചോദിച്ചു, അല്ല, നമ്മളെ ഇവർ വെട്ടിക്കളയുമോ? വലിയ മരം പറഞ്ഞു, ഇല്ല, നീ പേടിക്കേണ്ട, ആ മനുഷ്യന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, വെട്ടിക്കളയില്ല. രണ്ടാമത്തെ പ്രാവശ്യവും ആ മനുഷ്യൻ വനത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധത്തിന്റെ ഒരു ചെറിയ കഷ്ണമുണ്ടായിരുന്നു. വലിയ മരത്തോട് ചെറിയ മരം ചോദിച്ചു, നമ്മളെ കൊന്നുകളയുമോ, നമ്മളെ വെട്ടിക്കളയുമോ? വലിയ മരം പറഞ്ഞു, ഇല്ല, നമ്മളെ വെട്ടിക്കളയില്ല, കാരണം അദ്ദേഹത്തിന്റെ ആയുധത്തിന് ഒരു പിടിയില്ല, ആ ആയുധം മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ, ആയുധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വെട്ടാൻ കഴിയില്ല. മൂന്നാമത്തെ പ്രാവശ്യവും വനത്തിലേക്ക് പ്രവേശിച്ച ആ മനുഷ്യൻ ആയുധത്തെ അദ്ദേഹത്തിന്റെ മഴുവിന് ഒരു മരത്തിന്റെ ചെറിയ ഒരു ഭാഗം പിടിയായി ഉപയോഗപ്പെടുത്തിയിട്ടാണ് വന്നത്. ചെറിയ മരം വലിയ മരത്തിനോട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ വലിയ മരം പറഞ്ഞു, സൂക്ഷിക്കണം, നമ്മളിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ മരത്തിന്റെ ഒരു കഷ്ണം ആയുധത്തിന് ശക്തി പകരാൻ വേണ്ടിയിട്ടുള്ള മഴുത്താടിയായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കൊത്തിനുറുക്കാൻ വേണ്ടി അദ്ദേഹം ഇതാ കടന്നു വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മാനേജർ പാണ്ഡെയുടെ ഈ സംഭവം ഏറെ സ്മരിക്കേണ്ടതുണ്ട്. 1925 മാധവ സദാശിവ ഗുരുജി ഗോൾവാൾക്കർ RSS സ്ഥാപിച്ചതിനു ശേഷമുള്ള ദീർഘമായ കാലയളവുകൾ ഇന്ത്യ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും മണ്ണിൽ ഫാസിസം വളർന്നിട്ടില്ല. നിങ്ങൾക്കറിയുമോ, വയനാട് ജില്ലയിലെ പള്ളിയറയിൽ 1920-കളിൽ